ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നുണ്ട്, ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുന്നുണ്ട്, പ്രഗത്ഭരായ ആളുകളെ വളർത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകലിന്, അദബിൽ നിന്ന് വുജൂദിലെ ഹയാത്തുൽ ഇസ്ലാമായ ഇൽമു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാകാമെന്ന് ഞാൻ ധരിക്കുന്നു. എനിക്കറിയില്ല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകത കൽപ്പിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എന്നാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷെയ്ഖ് അബൂബക്കറിനെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അതിലപ്പുറം എനിക്കൊന്നും കാരണം പറയാൻ ഇല്ല. അത് അല്ലാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ സഹോദരന്മാര്, നിങ്ങൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഒരിക്കലും തന്നെ നമ്മൾ പൈസയും കൊടുത്ത് പറയിച്ചാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളെ അമ്പലക്കടവ്, ഈ അമ്പലക്കടവ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? അദ്ദേഹം പറയുന്നുണ്ട് ഈ അറബികളെടുത്ത് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്. അതുകൊണ്ട് ഒരു മുടി അങ്ങനെ ആരെങ്കിലും കൊടുക്കെങ്കിൽ കാന്തപുരത്തിന്റെ അടുത്തുള്ള പൈസ അറബികൾ കൊടുത്ത പൈസ അല്ലേ, അതിന്റെ 100 കോടി എത്രയോ ഇരട്ടിയുള്ളവരല്ലേ അറബികൾ. അങ്ങനെ ഒരു മുടി ഒരാൾ കൊടുക്കുമെങ്കിൽ അറബികൾ പൈസ കൊടുത്തു വാങ്ങൂലേ? അപ്പൊ ഇനി കാന്തപുരത്തിന് എങ്ങനെ കിട്ടുക? കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല സാക്ഷി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഏതായാലും അറബികളുടെ അടുത്തുള്ള പൈസ കിട്ടിയാളാണ് കാന്തപുരം എന്ന് പറഞ്ഞല്ലോ. ഇയാളൊരു പ്രഗത്ഭനായ വ്യക്തിയല്ലേ? അബുദാബിയിൽ വലിയ പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്തിനും കൊള്ളാവുന്ന അവിടുത്തെ ഔഖാഫിന്റെ ഈ ഡയറക്ടർ മന്ത്രിന്റെ മകനല്ലേ. അപ്പൊ അദ്ദേഹത്തിന് കാന്തപുരം പൈസ കൊടുത്തിട്ട് ഇത് പറയിച്ചതാണ് എന്ന് പറയാൻ വകുപ്പുണ്ടോ എന്ന് മുസ്ലിമീങ്ങൾ തലകൊടുത്ത് ആലോചിക്കുക. സ്വപ്നം നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിൽ ശരി, ശരിക്ക് ആലോചിക്കുക. ഇതിങ്ങനെ ഒരാളെ കൊണ്ട് പറയിക്കാൻ. ഇനി ഇതിനെ നേരിടണം. അത് SKSSFകാർക്ക് ഞാൻ പറയുന്നു, നിങ്ങളൊരു സംഘടന എന്ന നിലക്ക് നിങ്ങൾ ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ വേണ്ടത് ഇതുപോലെ ഒരു അറബിയെ സ്വാധീനിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരാളെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പറയിപ്പിക്കലാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം. അത് അടുത്ത് തന്നെ ഒരു സമ്മേളനം ഉണ്ടല്ലോ അല്ലെ, കഴിഞ്ഞോന്നറിയില്ല, അന്നായിക്കോട്ടെ. ഇനി ഇയാളെ തന്നെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. കാരണം ഇദ്ദേഹം ദാറുൽ ഹുദയിൽ മുമ്പ് വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ പ്രിൻസിപ്പളോ വൈസ് ചാൻസലറോ എന്താന്ന് എനിക്കറിയില്ല, കൂരിയാട് ഉസ്താദ് കൂരിയാട് നദവി പറയുന്നുണ്ട്. അപ്പോ അതേ മുമ്പ് വന്ന ആളാണല്ലോ, അയാളെ തന്നെ പറയിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാള് കാണാണ്ട് കണ്ടു എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അത് ബുദ്ധിയുള്ളവർ ചിന്തിച്ചോളാം. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇത് ഇയാള് പറഞ്ഞുകൊണ്ട് ഇപ്പോ കാന്തപുരത്തിനെ കാണും വെറുപ്പ് ഇയാളോടാ. ഏത് ഈ അറബി, ഈ പ്രഗത്ഭനായ അറബിയോടാണ് ഇപ്പൊ ഏറ്റവും വലിയ വെറുപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? പിന്നെ ഒരു കാരണമുണ്ട്, ഒരു വിഷയം കേട്ടോ, ഞാൻ പിന്നെ പറയാം. ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുമ്പോൾ അൽ മുറബി എന്ന് പറഞ്ഞിട്ടുണ്ട്, മുറബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ഉറപ്പ് തന്നെയാണ്. എന്നെയൊക്കെ തെർബിയത്ത് ചെയ്ത ഉസ്താദ് തന്നെയാണ്. എന്നെ തെർബിയത്ത് ചെയ്ത ഉസ്താദാണ്. മർക്കസ് തെർബിയ എന്ന സ്ഥാപനം തന്നെ ഉണ്ടല്ലോ ഇല്ലേ മലപ്പുറം ജില്ലയിൽ, ഇല്ലേ? അവിടെ തെർബിയത്ത് നടക്കുന്നില്ലേ? പിന്നെ അങ്ങനെ പേര് എഴുതൂല. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാണ്ടില്ല എന്നാ പറഞ്ഞു. ബാക്കി ഇനി സുഹൃത്തുക്കളെ, ഇനിയാണ് നമുക്ക് കുറച്ച് കിതാബിന്റെ ഇബാറത്ത് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണ് ആസാറുൻ നബവി? അത് ഒരു കിതാബുണ്ടല്ലോ, ഒരു പുതിയ കിതാബ് കൊണ്ടുവന്നില്ലേ കോഴിക്കോട്ട്? അത് അവര് വിചാരിച്ച് അവർക്ക് മാത്രമേ അത് കിട്ടൂന്നാ.
അങ്ങനെ പലരും കൊണ്ടുവന്നിരും. പണ്ട് വാഴക്കാട്ടുനിന്ന് കൊണ്ടുവന്നിരും. എന്തേനും അല്ല ഇബാന കൊണ്ടുവന്നിരുന്നു മൗലവിമാര്. എന്തിന്? അള്ളാഹ് കൈകാലുണ്ട് എന്ന് പറയാനേ. ഞാൻ അതിനെ ശരിക്ക് കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, രണ്ടായി. ഇപ്പൊ എന്താണ്? അപ്പുറത്തെ എന്താണ് മടവൂര് മുജാഹിദ്, അവര് പറയുന്ന പേരോട് അന്ന് പറഞ്ഞതാണ് ശരി, അള്ളാഹ് കയ്യും കാലുണ്ട് എന്ന് പറയാൻ പറ്റൂല, അള്ളാഹ് കസേരയിലിരിക്കുന്നു പറയാൻ പറ്റൂല. മറ്റേ മുജാഹിദ് പണ്ട പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്നു, സെലഫി ഉറച്ചിരിക്കുന്നു. ഇങ്ങനെ മുജാഹിദ് രണ്ടായത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? ഞങ്ങളെ കൊണ്ട് അവിടെ മുജാഹിദ് ഉണ്ടാകുന്നില്ലേ? അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇനി അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. അന്ന് ശബാബില് എനിക്കെതിരെ ലേഖനം എഴുതിയിട്ടില്ലേ അപ്പുറത്തെ മുജാഹിദ്, ഈ മടവൂർ മുജാഹിദ്? ഇന്ന് ശബാബ് മുഴുവനും ഞാൻ പറഞ്ഞ വിഷയമല്ലേ ഇപ്പൊ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ മുജാഹിദിനെതിരായി? ഇതൊന്നും ലോകം അറിയില്ല. അതറിയിക്കാൻ അള്ളാഹ് ഉണ്ടാക്കുന്ന ചില പരിപാടി ഇതൊക്കെ അള്ളാഹുവിന്റെ ചില നിയമത്തുകളാ. ഇരിക്കട്ടെ. അസ്റാറുൽ ആസാരി നബവിയ്യ എന്ന ഒരു ഗ്രന്ഥം, ഈ ഗ്രന്ഥം അതുപോലെ തന്നെ അവിടെ വായിച്ച സനദ് ഇവിടെ കണ്ടല്ലോ മോനെ, സനദ് അതുകൊണ്ട് കുറച്ചുണ്ട് നമ്മളെ കൂരിയാടിന്റെ നബി അതുപോലെയുള്ള ആളുകൾ കുറച്ച് കളി കളിച്ചിട്ടുണ്ട്. ആ കളിയെ സംബന്ധിച്ചാണ് അടുത്ത വിശദീകരണം. സുഹൃത്തുക്കളെ, ഒന്നാമത്തത് കേട്ടോളി. ഒരു ഫൈസി, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഫൈസിയാണ്. ഇപ്പല്ല, മുമ്പെല്ലാം ചിലപ്പോൾ കേട്ടുകൂടാന്നൊന്നുമില്ല, ഇപ്പൊ അടുത്തൊന്നും കേൾക്കാത്തൊരു ഫൈസി. ആ ഫൈസി പിന്നെ പ്രസംഗിക്കാൻ, അയാളെ പ്രസംഗം എന്താ? അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഈ മർക്കസിൽ നിന്ന് കൊടുത്ത സനദുണ്ടല്ലോ, ആർക്ക്? ഉസ്താദ് അവർക്ക് മുടി കൊടുക്കുമ്പോ സനദും കൊടുത്തല്ലോ. ആ സനദിൽ സനദ് വായിക്കുക. അതിലെങ്ങനെയാ വായിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ട. നിങ്ങളതൊന്ന് കേട്ടോളി, എന്നിട്ട് ഞാൻ അതിന്റെ കോലം പറഞ്ഞുതരാം. ഇവർക്ക് സനദ് നമ്മളെ കൊടുക്കല്ലോ, പക്ഷെ ഇവർക്ക് ഇത് വായിക്കാൻ അറിയണ്ടേ? അതാ ഇപ്പൊ പറയാൻ പോകുന്നത്. അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയാ, ബഹാദി ഉസ്താദ് വിവരിച്ചതുപോലെ. അയാൾ പറയുന്നത് തന്നെ ഫഹാദാ സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന. ഇപ്പം പറയുന്നത് ശരിയല്ല കേട്ടോ. ഈ ശൈഖ് ഖസറജി അവിടുന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞേ? വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, അവസാനം ഞാൻ ശരി പറയൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അറബി ഇവിടെ വന്ന് പറയൂ? നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടോ? ഒരാള് ലക്ഷക്കണക്കിന് ആളുടെ സ്റ്റേജ് മേലെ വന്നിട്ട് ഈ നമ്മളെ മിസ്റിലെ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള സ്റ്റേജ് വന്ന് അബുദാബിയിലെ അവിടുത്തെ മന്ത്രിന്റെ മോൻ വന്നിട്ട് പറയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ശരി പറയൂ. ഇങ്ങനെ ഒരു അറബി പറയൂന്ന് നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളി, കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട്ട് പല സെന്ററുകളും ഉണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, എന്നാ ഇനി നിങ്ങൾക്ക് കേളോ, ഇയാള് പറഞ്ഞല്ലോ എന്ത്? ഇന്നാള് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ? എന്നാ അയാളിത് വായിക്കുന്നത് എങ്ങനെയാ? അയാളിത് വായിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. അയാൾ വായിക്കുന്നത് വേറൊരു കോലത്തിലാ. ഇയാള് വായിച്ചതും തെറ്റാണ്, മറ്റേ വായിച്ചതും തെറ്റാ. ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ഇയാള് വായിച്ചത് അന വാദിഉ സഹീഹി ഫീ ഖിതാമിന, എന്നാലോ ഉള്ളതെന്താ? അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമിഹിന, അൽ വാദിഉന. അപ്പൊ ഇയാൾ വായിച്ച തെറ്റ്. ഇനി മറ്റേ ആളെന്താ വായിക്കുന്നത് കേട്ടോളൂ, അത് അതിനേക്കാളും രസമുള്ളതാണ്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇയാൾ വായിച്ചു അന വാദിഉ സഹീഹി ഫീ ഖിതാമി, അതിന്റെ മുമ്പ് ഇയാൾ എന്താ വായിച്ചത്? ഫഹാദാ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫീ ഖിതാമി, ഫഹാദാ സനദും മിന്നി എന്നാ വായിച്ചത്. എന്നാ മറ്റേ ആൾ എന്താ വായിക്കുക? കൂരിയാട്ടുകാരൻ എങ്ങനെ വായിക്കറിയോ? ഫഹാദാ സനദും മിന്നി അന, അയാൾ വായിച്ചത് ഫഹാദാ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. ഫഹാദാ സനദും മിന്നി അന ചുക്കുമു ലഗുദി പല്ലി. ചുക്ക് മുളക് തീപ്പല്ലിയാട്ടോ, ചുക്ക് മുളക് തീപ്പല്ലിയാണ്. അത് ഒരാൾ വായിച്ചതാണ് എന്ത്? ചുക്കുമു ലഗുദി പല്ലി. നല്ല മരുന്നായി ഒരു പല്ലി.
പിന്നെ ചുക്കുമോ അതെവിടെയും കിട്ടുന്നില്ല. ലഘുതി ഒരു മരുന്ന് കൂടിയില്ല, പല്ലീനെ കിട്ടിയ നമ്മളെ ചികിത്സ സംഗതി ചുക്ക് മുളക് തീപ്പല്ലീന ഇത് മാതിരി ഉണ്ട്. വൈസ് ചാൻസലറാണ് അൽ-വാദിഉ സഹീഹി ഫീ ഖിതാമി. ഇതിന്റെ സാക്ഷീകരണം ഞാൻ അതിന്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ കണ്ടോ ഇയാളെ അർത്ഥം എന്താ? ഇയാളെ അർത്ഥം അതിന്റെ സാക്ഷീകരണം ഞാൻ അവസാനം ചെയ്യുന്നുണ്ട്. മറ്റേ അർത്ഥം ഫഹാദാ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫീ ഖിതാമി. ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന, ഇപ്പം പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കളവാണ്, ഞാൻ കുറെ കഴിഞ്ഞിട്ട് നേര് പറയും. ശരി ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇത് ഏതാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണ്ടേ? ഏതാ വിശ്വസിക്കേണ്ടത്? ഈ കണ്ണാടിപ്പറമ്പ് പറഞ്ഞതോ കൂരിയാട് പറഞ്ഞു? ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രണ്ടർത്ഥം വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ഇതാ താറത രണ്ടും അർത്ഥം വെക്കാൻ പറ്റൂല അല്ലേ? എന്നായിരിക്കും അവർ ഇതാ താറത പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. ഇനി അടുത്തത്, അപ്പൊ വാദി വായിച്ച തെറ്റ്. ഒരാൾ പറഞ്ഞ അർത്ഥമല്ല മറ്റേ പറഞ്ഞു. ഇനി മറ്റൊന്ന് അയാൾ വായിച്ചത് സനദും മിന്നി, അതാ സനദും മിന്നി, ഇങ്ങനെയാണ് കണ്ണാടിപ്പറമ്പ് വായിച്ചത്. എന്നാ അവനെ കൂരിയാടൊന്ന് വായിക്കട്ടെ. ഇയാൾ വായിച്ചത് കുടുംബ സനദാണ്. അയാൾ വായിച്ചത് ഫഹാദാ സനദും മിന്നി അന അൽ-വാദിഉ സഹീഹി ഫീ ഖിതാമി. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്നുള്ള സ്ഥലത്താണ് ഹാദാ സനദും മിന്നി അന ചൂക്കോമോ ലഘുതി പല്ലി. ഇവർക്കാ നമ്മൾ സനദ് ഫോണിൽ വായിച്ചു കൊടുക്കേണ്ടി. എങ്ങനെ നമ്മൾ ഫോണില് സനദ് വായിച്ചു കൊടുക്കണ്ട്. എന്നാൽ ഈ സനദ് ഇവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് അറബികൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തിന്. എന്നാ അതൊന്ന് കേട്ടൂടെ? പഠിക്കൂല എന്ന് ഉറപ്പ്. പഠിക്കൂല. സനദ് ഫോണിൽ കിട്ടുകയും വേണം. ഇനി സുഹൃത്തുക്കളെ, ശരിയായ വായന എങ്ങനെയാ? അത് നമ്മൾ അവിടുന്ന് അറബി തന്നെ വായിച്ചിട്ടുണ്ട്. നമ്മളല്ല, അയാൾ ശൈഖ് തന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് വലിയൊരു പണ്ഡിതനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അന്ന് വായിച്ചു കൊടുത്താ, അന്ന് കേൾപ്പിച്ചു കൊടുത്താ. فهذا سند مني أنا الواضع صحيحي في ختامه. അപ്പൊ കണ്ടോ, فهذا سند مني أنا الواضع صحيحي في ختامه. ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് തീർച്ചയായിട്ടും എന്താക്കാനാ? നമ്മൾ സനദും തീർച്ചയായിട്ടും വന്നു. പുതിയൊരു പരിപാടി. ഇതുവരെ സനദ് കൊടുക്കുന്നവരെ തീർച്ചയായിട്ടല്ല. ഇനി സുഹൃത്തുക്കളെ, അടുത്തത് ഇയാള് ഈ ശൈഖിനെ കുറ്റം പറയുന്ന കേട്ടോളി. എന്തിനാണ് ഇങ്ങനത്തെ വയ്യാവേലി വലിച്ചിട്ടത്? ഞാനതാ പറഞ്ഞത്, പൂർണ്ണമായി ഈ ഉസ്താദിന്റെയും പാണക്കാടങ്ങളെയും പൊരുത്തക്കേടാണ്. എനിക്ക് കേട്ടോളി, കേട്ടോളി. ഇയാള് പറയുന്നത് അറബി വായിച്ചത് അത് മൂപ്പര് പറയുന്നുണ്ട് വ്യാജമായ ഒരു സനദാണിത്. അറബി പഠിച്ചവരില്ലേ, അറബി പഠിച്ചവർക്ക് തിരിയൂന്ന് ആരാ പറയുന്നത്? കൂരിയാടെ. അത് വെച്ചു കൊടുത്താ പോലെ. ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്. അത് ഈ അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ തന്നെ വ്യക്തമാണ്. അന ഫഹാദാ സനദും മിന്നി അന. മാത്രമല്ല, ഇത് ഒരു വ്യാജനിർമ്മിതമായ സനദാണ് എന്ന് തോന്നുന്നതാണ് ഇവിടെ ഇബാറത്ത്. അല്ലാഹു അലം. സനദും മിന്നി പറഞ്ഞാൽ എന്റെ വകയായിട്ടുള്ളൊരു സനദാണെന്നാ. എന്റെ സനദാണെന്ന് പറയാൻ അറബി പഠിച്ചവരാണ് കുറെ ആൾക്കാർ സനദി എന്നാ പറയേണ്ടത്. ഫഹാദാ സനദും മിന്നി, എന്റെ വകയായിട്ടുള്ളൊരു സനദാണ് അന. അനയും കൊണ്ട് കൂടി ഇനി അനയുണ്ടാക്കേണ്ടത്. പിന്നെ അറബി അറിയുന്നവർക്ക് അറിയാ സനദീന്നാ പറയേണ്ടത്. എന്തായി പറയുന്നത്? സുഹൃത്തുക്കളെ, എനിക്ക് ഒരാള് സനദ് തന്നു. എന്നാൽ അത് എന്റെ സനദോ തന്ന ഉസ്താദിന്റെ സനദോ? ആരെ സനദാ? എന്റെ കയ്യിലുള്ള സനദ് ഉസ്താദിന്റെ സനദോ എന്റെ സനദോ? ആരതാ പറ? എന്റെ സനദാണ് എനിക്ക് ഉസ്താദ് തരുന്നത്. അപ്പൊ സ്വാഭാവികമായും കൊടുക്കുന്ന ആള് സനദി എന്ന് പറയാൻ പറ്റുമോ? എന്റെ സനദ് എന്ന് പറയാൻ പറ്റും. കാരണം മൂപ്പര് മറ്റേ കൊടുക്കല്ലേ. അപ്പൊ കൊടുക്കപ്പെടുന്ന ആളതല്ലേ സനദ്. ഇപ്പൊ നിങ്ങൾ സനദ് ദാന സമ്മേളനം എത്ര കാലായി നടത്തുന്നു? പട്ടിക്കാട് സനദ് ദാന സമ്മേളനം ഒരു കാലത്തിലായി. ഇതുവരെ എന്താ സനദ് എന്ന് പഠിച്ചില്ല. അപ്പോ സനദ് വാസ്തവത്തിൽ എന്നിട്ട് വ്യാജാണ് എന്നല്ലേ ആ ശൈഖിനെ പറ്റി പറഞ്ഞ്? എന്ത് ഞാൻ തോന്നിയാസൊന്നും എന്റെ കൂടിപ്പോണ്ട. ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി
വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനിഹി